കേരള ഹിന്ദി അക്കാദമി യൂട്യൂബ് ചാനലിലേക്ക് 10ാം ക്ലാസ്സുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെയും ആസ്വാദൻ ടിപ്പണിയുടെയും ആക്ടിവിറ്റീസാണ്. മുൻപാഠങ്ങളിൽ കണ്ടതുപോലെ എല്ലാ പ്രധാന ആക്ടിവിറ്റീസും ഈ ഒരു വീഡിയോയിലൂടെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. സ്ലൈഡുകളായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതിനുള്ള വിശദീകരണവും അതോടൊപ്പം തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് സ്ലൈഡുകളിലേക്ക് പോകാം. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ കവിത. कविता का आस्वादन टिप्पणी. कवि विनोद कुमार शुक्ला. कविता का आस्वादन टिप्पणी का लेखक राकेश सक्सेना. सारांश. यह कविता मनुष्य को मनुष्य की तरह जानने की प्रेरणा देती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുന്നതിനുള്ള പ്രേരണ നൽകുന്നു. किसी व्यक्ति के नाम, पता, उम्र, जाति, ओहदे आदि जानने की कोई आवश्यकता नहीं. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, ജാതി, പദവി മുതലായവ അയാളെ അറിയുന്നതിനുള്ള ഒരു ആവശ്യമായി എടുക്കേണ്ടതില്ല. ഇവയൊന്നും അറിയേണ്ടതില്ല. ഉസ്കി നിരാശ, അസഹായത യാ സങ്കട ജാനന ജരൂരി ഹേ. അയാളുടെ നിരാശയും നിസ്സഹായതയെ അല്ലെങ്കിൽ സങ്കടം, വിഷമം ഇവയൊക്കെ അറിയുക എന്നതാണ് അത്യാവശ്യം. ഉസ്കി ഇസ് അവസ്ഥ പർ സഹായത കർണ സച്ചേ മാനവിക കർത്തവ്യ ഹേ. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ അയാളെ സഹായിക്കുക എന്നുള്ളത് സച്ചേ മാനവിക കർത്തവ്യ ഹേ, ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ, നല്ല മനുഷ്യൻ്റെ കടമയാണ്. മനുഷ്യോं के बीच മാനവീയ സംവേദന ഹോന ജരൂരി ഹേ. മനുഷ്യർക്കിടയിൽ മാനുഷിക മൂല്യങ്ങളുടെ കൈമാറ്റം അവ ഉണ്ടാവുക എന്നതാണ് അത്യാവശ്യം. ജാൻകാരിയാം ജരൂരി നഹി ഹേ. അറിവുകൾ ഒരിക്കലും അത്യാവശ്യമായ ഒന്ന് അല്ല. ഇതാണ് ഈ കവിതയുടെ സാരാംശമായിട്ട് നമുക്ക് പറയാവുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആക്ടിവിറ്റി ഡയറിയാണ്. ഡയറിയുടെ ചോദ്യം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? हताशा से एक व्यक्ति बैठ गया था. टिप्पणी के आधार पर कवि विनोद कुमार शुक्ला की डायरी तैयार करें. हताशा से एक व्यक्ति बैठ गया था എന്ന ആ ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ കവിയുടെ ഡയറി തയ്യാറാക്കുക. കവിത എഴുതാൻ അദ്ദേഹത്തിന് പ്രേരണ ഉണ്ടായത് എന്താണ്, എന്ത് സംഭവമാണ് എന്നതാണ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഡയറി. ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം ഡയറിയിലെ തീയതിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. തീയതി നമ്മൾ ഇടതുവശത്ത് വെച്ചിരിക്കുന്നു. അത് കൃത്യമായ ഡേറ്റ് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ പരീക്ഷയുടെ ഡേറ്റൊക്കെ ഇട്ട് ചെയ്യുക. ഡയറിയിലേക്ക് കിടക്കുന്നു. ആജ് മേ ഓഫീസ് കി ഓർ ചൽ രഹാ ഥാ. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. തബ് ഏക് പേട് കെ നീച്ചെ ഏക് വ്യക്തി ബൈഠത്തെ ഹുയെ ദേഖ. അപ്പോൾ ഒരു മരത്തിൻ്റെ കീഴിൽ ഒരു വ്യക്തി ഇരിക്കുന്നതായി കണ്ടു. വഹ് നിരാശ് ദീഖ് പട. അയാൾ നിരാശനായി കാണപ്പെട്ടു. മേം ഉസെ നാഹി ജാൻതാ ഥാ. എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. മേ ഉസ്കെ പാസ് ഗയ. ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി. മേനെ ഉസ്കി ഓർ ഹാത്ത് ബെഠായ. ഞാൻ അയാളുടെ നേർക്ക് കൈ നീട്ടി. വഹ് മേര ഹാത്ത് പകട് കർ മേരെ സാത്ത് ചലനെ ലഗ. അയാൾ എൻ്റെ കൈ പിടിച്ച് എന്നോടൊപ്പം നടക്കുവാൻ തുടങ്ങി. ഹം ഇസ്കെ പെഹലെ കഭി ദേഖാ ഭി നഹി ഥാ. ഞങ്ങൾ ഇതിനു മുൻപ് ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. കിസി വ്യക്തി की हताशा जानने के लिए उसके नाम, पता, उम्र, ओहदा आदि जानने की कोई आवश्यकता नहीं. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിരാശ മനസ്സിലാക്കുന്നതിന് വേണ്ടി അയാളുടെ പേര്, അഡ്രസ്സ്, പ്രായം, പദവി ഇവയൊന്നും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം ഇല്ല. ഉസ്കി നിരാശ, അസഹായത യാ സങ്കട ജാനന ജരൂരി ഹേ. അയാളുടെ നിരാശയും നിസ്സഹായതയും വിഷമങ്ങളും അറിയുക എന്നതാണ് അത്യാവശ്യം. ഉസ്കി ഇസ് അവസ്ഥ പർ സഹായത കർണ
സച്ചേ മാനവക കർത്തവ്യഹേ. അയാളുടെ ഈ അവസ്ഥയിൽ അയാളെ സഹായിക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ കടമയാണ്. മനുഷ്യോं के बीच മാനവീയ സംവേദന ഹോന ജരൂരി ഹേ. മനുഷ്യർക്കിടയിൽ മാനുഷിക മൂല്യങ്ങൾ കൈമാറുക, മനുഷ്യത്വം അവ കൈമാറുക എന്നുള്ളതാണ് അത്യാവശ്യമായിരിക്കുന്നത്. ജാൻകാരിയാം ജരൂരി നഹി ഹേ. അറിവുകൾ, തിരിച്ചറിവുകൾ ഒന്നും അത്യാവശ്യം അല്ല. ഇങ്ങനെയാണ് ആ ഡയറി അവസാനിക്കുന്നത്. ഏതൊരു പാഠഭാഗത്തെ സംബന്ധിച്ച് ഒരു കത്ത് തയ്യാറാക്കുക എന്നുള്ളത് സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇവിടെയും एक पत्र कल्पना करके तैयार करें एന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോളൂ. ചോദ്യം എങ്ങനെയാണ്? हताशा से एक व्यक्ति बैठ गया था. टिप्पणी के आधार पर कवि विनोद कुमार शुक्ला अपने मित्र के नाम पर लिखते एक पत्र लिखते हैं. विनोद कुमार शुक्ला का पत्र कल्पना करके तैयार करें. हताशा से एक व्यक्ति बैठ गया था എന്ന ടിപ്പണി അടിസ്ഥാനമാക്കി കവി ഒരു തൻ്റെ സുഹൃത്തിനായി കത്തെഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കത്ത് സങ്കല്പിച്ച് എഴുതുക. കത്തെഴുതേണ്ടതിൻ്റെ പ്രധാന മാതൃകകളൊക്കെ നിങ്ങൾക്കറിയാം. സ്ഥാൻ, താരീഖ് എന്നിവ വലതുവശത്തെ മുകളിലായിട്ട് ചേർക്കുക എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നതുമാണ്. അത് അതേ രീതിയിൽ തന്നെ ചേർക്കുക. സ്ഥാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണോ അത് ചേർക്കുക. താരീഖ്, തീയതി, ആവശ്യമായ ഏത് തീയതിയാണോ അത് ചേർക്കുക. അഭിസംബോധന അടുത്തതായിട്ട് വരുന്നു. പ്രിയമിത്ര, പ്രിയപ്പെട്ട സുഹൃത്തെ. തും കൈസേ ഹോ, എങ്ങനെയുണ്ട് താങ്കൾക്ക്, വിശേഷം എന്തുണ്ട്. തുമാരെ പിछले പത്ര का जवाब मैं अभी तक लिख न सका. നിന്റെ പഴയ കത്തിന് എനിക്ക്, കഴിഞ്ഞ കത്തിന് എനിക്ക് മറുപടി അയക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. മാഫ് കരോ യാർ, ക്ഷമിച്ചാലും കൂട്ടുകാരാ. ആജ് एक विशेष बात हुई, ഇന്ന് ഒരു വിശേഷപ്പെട്ട കാര്യമുണ്ടായി. आज मैं ऑफिस की ओर चल रहा था. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. तब एक पेड़ के नीचे एक व्यक्ति बैठते हुए देखा. അപ്പോൾ ഒരു മരത്തിൻ്റെ കീഴിൽ ഒരാൾ ഇരിക്കുന്നതായി കണ്ടു. വഹ് നിരാശ് ദീഖ് പട, അയാൾ നിരാശനായി കാണപ്പെട്ടു. മേ ഉസെ നഹി ജാൻതാ ഥാ, എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. മേ ഉസ്കെ പാസ് ഗയ, ഞാൻ അയാളുടെ അടുത്തേക്ക് പോയി. മേനെ ഉസ്കി ഓർ ഹാത്ത് ബിഠായ, ഞാൻ അയാളുടെ നേർക്ക് കൈ നീട്ടി. വഹ് മേര ഹാത്ത് പക്കട് കർ മേരെ സാത്ത് ചലനെ ലഗ, അയാൾ എൻ്റെ കൈ പിടിച്ച് എന്നോടൊപ്പം നടക്കുവാൻ തുടങ്ങി. ഹം ഇസ്കെ പെഹലെ കഭി ദേഖാ ഭി നഹി ഥാ, ഞങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിരുന്നു പോലും ഇല്ല. किसी व्यक्ति की हताशा जानने के लिए उसके नाम, पता, उम्र, ओहदा आदि जानने की कोई आवश्यकता नहीं. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിരാശ മനസ്സിലാക്കുന്നതിനായി അയാളുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി ഇവയൊന്നും അറിയേണ്ടതായ ആവശ്യം ഇല്ല. ഉസ്കി നിരാശ, അസഹായത യാ സങ്കട് ജാന ജരൂരി ഹെ, അയാളുടെ നിരാശയും നിസ്സഹായതയും വിഷമവും മനസ്സിലാക്കുക എന്നതാണ് അത്യാവശ്യം. ഉസ്കി ഇസ് അവസ്ഥ പർ സഹായത കർണ സച്ചേ മാനവിക കർത്തവ്യ ഹെ, അയാളുടെ ഈ അവസ്ഥയിൽ സഹായിക്കുക എന്നുള്ള ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ അല്ലെ നല്ല മനുഷ്യൻ്റെ കടമയാണ്. മനുഷ്യോं के बीच മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, മനുഷ്യർക്കിടയിൽ മാനുഷികതയുടെ കൈമാറ്റം, മാനുഷിക മൂല്യങ്ങളുടെ കൈമാറ്റമാണ് അത്യാവശ്യം ആയിട്ടുള്ളത്. ജാൻകാരിയാം ജരൂരി നഹി ഹെ, അറിവുകൾ, തിരിച്ചറിവുകൾ ഒരിക്കലും അത്യാവശ്യം അല്ല. കത്ത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചാണ് നിർത്തുന്നത്. നോക്കുക. തുമാരി പിതാജി ഓർ മാതാജിക്കോ മേര പ്രണാം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വന്ദനം. ഛോട്ടാ ഭായിക്കോ മേര പ്യാർ, ഇളയ സഹോദരന്, നിൻ്റെ അനുജന് എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. ജവാബ് കി പ്രതീക്ഷാമേം, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരി മിത്ര ഹസ്താക്ഷർ, നിൻ്റെ കൂട്ടുകാരൻ ഹസ്താക്ഷർ ഒപ്പാണ് വിനോദ് കുമാർ ശുക്ല. ഇടത് സൈഡിൽ സേവാമേം, ആർക്കാണ് എഴുതുന്നത്, അഡ്രസ്സ് കൊടുക്കുക. നാം, പത, അഡ്രസ്സ് അവിടെ ചേർക്കുക. അങ്ങനെ ഈ കത്ത് നമുക്ക് തയ്യാറാക്കാം. ഡയറി, കത്ത് എന്നിവ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് വാർത്താലാപ് തയ്യാറാക്കുക എന്നുള്ളത്. ഇവിടെയും ഒരു വാർത്താലാപ് തന്നിട്ടുണ്ട്.
ആ വാർത്താലാപിന്റെ ചോദ്യം ഞാനൊന്ന് വായിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. കവീനെ രാസ്തേ पर एक अपरिचित व्यक्ति को देखा, वह निराश था. കവി വഴിയിൽ വെച്ച് ഒരു അപരിചിതനായ വ്യക്തിയെ കണ്ടു. വഹ് നിരാശ് था, അയാൾ നിരാശനായിരുന്നു. കവീനെ ഉസ് വ്യക്തി के पास जाकर अपना हाथ बिठाया. കവി ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്ന് അയാളുടെ നേരെ കൈ നീട്ടി. കവി और अपरिचित व्यक्ति के बीच होने वाले संभावित वार्तालाप तैयार करें. കവിയും അപരിചിതനായ ആ വ്യക്തിയും തമ്മിൽ നടന്നിരിക്കാൻ ഇടയുള്ള ആ സംഭാഷണം തയ്യാറാക്കാം. കവി ഹാത്ത് ബഠാക്കർ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു, ഹാത്ത് ബഠാക്കർ, കൈ നീട്ടിക്കൊണ്ട്. ആപ് ഉഠിയേ, താങ്കൾ എഴുന്നേറ്റാലും. അപരിചിത്, ക്യാ ആപ് മുझे जानते हैं, നിങ്ങൾക്ക് എന്നെ അറിയാമോ? കവി ബിൽക്കുൽ നഹി, ഇല്ല, ഒരിക്കലും ഇല്ല, എനിക്കറിയേയില്ല, തീർച്ചയായും അറിയില്ല. അപരിചിത, ഫിർ ക്യോം ഹാത്ത് ബഠാത്തെ ഹേ, പിന്നെ എന്തിനാണ് കൈ നീട്ടുന്നത്? കവി ആപ് നിരാശ് ഹേ, യഹ് മേ ജാൻതാ ഹും, താങ്കൾ നിരാശനാണ് എന്ന് എനിക്ക് അറിയാം. അപരിചിത്, യഹ് ആപ്കോ കൈസേ സമജ് ഗയാ, ഇത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? കവി മുझे भी पहले ऐसा അനുഭവം ഹുവാ था, എനിക്കും മുൻപ് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. इसलिए आपको देखते ही मुझे मालूम हुआ, അതുകൊണ്ട് താങ്കളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപരിചിത്, ആപ് ബഹുത്ത് അച്ഛി ആദ്മി ഹെ, താങ്കൾ ഒരു നല്ല മനുഷ്യനാണ്. കവി ക്യാ ഹം കുച്ച് ദൂർ സാത്ത് ചലേ, നമുക്ക് കുറച്ച് ദൂരം ഒരുമിച്ച് നടന്നാലോ? അപരിചിത് ठीक है जी, ശരി. വാക്യ പിരമിഡ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്, കുട്ടികൾക്ക് മുഴുവൻ മാർക്കും വായിക്കാൻ സാധിക്കുന്ന ഒന്നുമാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, വാക്യ പിരമിഡ് തയ്യാർ കരേ. കോഷ്ടക സെ ഉചിത ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി പൂർത്തി കരേ. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ വാക്ക് ശരിയായ സ്ഥാനത്ത് വച്ച് പിരമിഡിൻ്റെ പൂർത്തീകരണം നടത്താമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു രണ്ട് വാക്കുകൾ, ധീരെ ധീരെ, അപരിചിത് എന്നിങ്ങനെ രണ്ട് വാക്കുകൾ. വ്യക്തി ചൽത്താ ഹെ, വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹെ എന്നിങ്ങനെ രണ്ട് വാചകങ്ങൾ അവിടെ തന്നിരിക്കുന്നു. അവയെ ഇനി അതിന് ശേഷമുള്ള രണ്ട് വാക്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് എഴുതണം. ഇതാണ് ചോദ്യം. ഉത്തരം ശ്രദ്ധിച്ചോളൂ. ആദ്യത്തേത് വ്യക്തി ചൽത്താ ഹെ, വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹെ എന്നിങ്ങനെ തന്നിരുന്നു. അടുത്ത് നോക്കുക, അപരിചിത വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹെ, അപരിചിതനായ വ്യക്തി കവിയോടൊപ്പം നടക്കുന്നു. വീണ്ടും അപരിചിത വ്യക്തി കവി കെ സാത്ത് ധീരെ ധീരെ ചൽത്താ ഹെ, അപരിചിതനായ വ്യക്തി കവിയോടൊപ്പം പതിയെ പതിയെ നടക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് വാക്കുകളും രണ്ട് സെൻറ്റൻസുകളിൽ കയറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അവ അവിടെ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുമുണ്ട്. ഇങ്ങനെയാണ് ഒരു വാക്യ പിരമിഡ് നമ്മൾ തയ്യാറാക്കേണ്ടത്. രണ്ടാമത്തെ വാക്യ പിരമിഡിൻ്റെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. കോഷ്ടക സെ ഉചിത ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി പൂർത്തി കരേ. വാക്കുകൾ അച്ഛി തരഹ്, അപരിചിത എന്നിവയാണ്. ഹമേ ഹതാശ മാലൂ ഹെ. രണ്ട്, ഹമേ വ്യക്തി കി ഹതാശ മാലൂ ഹെ. ഇവയാണ് ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ വാക്യ പിരമിഡിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. തന്നിരുന്ന വാക്യങ്ങൾ ഇവയൊക്കെയാണ്. ഹമേം ഹതാശ മാലൂ ഹെ, ഹമേ വ്യക്തി കി ഹതാശ മാലൂ ഹെ. ബ്രാക്കറ്റിൽ തന്നിരുന്ന വാക്കുകൾ കോഷ്ടക സെ ചുൻകർ ഹം. ഇധർ ലിഖാ ഹെ पहला शब्द अपरिचित है, हमें अपरिचित व्यक्ति की हताशा मालूम है. നമുക്ക് അപരിചിതനായ വ്യക്തിയുടെ നിരാശ അറിയാമായിരുന്നു. അപരിചിത എന്നതായിരുന്നു വാക്ക്, അത് നമ്മൾ ചേർത്തിരിക്കുന്നു, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ദൂസര, ഹമേ അപരിചിത വ്യക്തി की हताशा अच्छी तरह मालूम है. ഹമേ നമുക്ക് അപരിചിതനായ വ്യക്തിയുടെ നിരാശ അച്ഛി തരഹ്, ദൂസര ശബ്ദ അച്ഛി തരഹ്, നന്നായിട്ട് അറിയാമായിരുന്നു. ഇങ്ങനെ വാക്യങ്ങൾ അർത്ഥവ്യത്യാസമില്ലാതെ ഭംഗിയായിട്ട് ഉചിതമായ സ്ഥാനങ്ങളിൽ ചേർത്ത് നമുക്ക് വാക്യ പിരമിഡ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു.
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പോസ്റ്റർ മുഴുവൻ മാർക്കും വായിക്കാൻ സാധിക്കുന്ന ഒന്നും. ചോദ്യം എങ്ങനെയാണ്? हताशा से एक व्यक्ति बैठ गया था, टिप्पणी के आधार पर एक संदेशात्मक പോസ്റ്റർ തയ്യാർ करे. ഈ കുറിപ്പിനെ അടിസ്ഥാനമാക്കി ഒരു സന്ദേശം നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കാം. ശ്രദ്ധിച്ചോളൂ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വളരെ ഭംഗിയായിട്ട് തയ്യാറാക്കുക. ആകർഷണീയമായ രീതിയിൽ വേണം. ഹെഡിങ് ശ്രദ്ധിക്കുക. കൃപയാ മുझे देखिए, എന്നെ ഒന്ന് ദയവായി നോക്കിയാലും. അവിടെ ഒരു കണ്ണിൻ്റെ ചിത്രമൊക്കെ നമ്മൾ വരച്ച് ചേർത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഇവ ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കുക, പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നു. സന്ദേശം നൽകുന്നതായതുകൊണ്ട് സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. ഏക്ക് വ്യക്തിക്ക്, ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, ഹതാശ ഒരല്പം ബോൾഡാക്കി നമ്മൾ കളർ വ്യത്യാസമൊക്കെ വരുത്തി കൊടുത്തിരിക്കുന്നു. പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ബോൾഡാക്കി കൊടുത്താൽ മതി. ദൂർ കർണേക്ക് ലിയെ, അകറ്റുന്നതിന് വേണ്ടി. ഉസ്കോ ജാനനേക്ക് ആവശ്യകത നഹി, അയാളെ അറിയേണ്ട കാര്യമൊന്നും ഇല്ല. അസഹായ വ്യക്തിയോങ്കി ഹതാശ ദൂർ കരേം, നിസ്സഹായരായ വ്യക്തികളുടെ നിരാശകൾ അകറ്റാം. ഉസ്കോ ആശ്വാസം ദേ, അയാൾക്ക് ആശ്വാസം നൽകാം. യഹ് ഹമാര കർത്തവ്യ ഹൈ, ഇത് നമ്മുടെ കടമയാണ്. സന്ദേശം നൽകിയിരിക്കുന്നത് ഭാരത സർക്കാരാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു. കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് ഇവ ഭംഗിയാക്കിയിരിക്കുന്നു. 2 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്ന പാഠഭാഗത്തു നിന്ന് തന്നെയുള്ള 2 ചിത്രങ്ങളാണ്. നിരാശനായ വ്യക്തി മരച്ചുവട്ടിലിരിക്കുന്നതായിട്ടും കവിയോടൊപ്പം വ്യക്തി നടന്നു പോകുന്നതായിട്ടും കാണിച്ചിരിക്കുന്നു. ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയാവുന്നവർ ചിത്രങ്ങൾ വരച്ചു ചേർക്കുക. അല്ലെങ്കിൽ വ്യക്തി മരച്ചുവട്ടിലിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് എന്താണെങ്കിലും വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് ഭംഗിയായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അടുത്തത് ഒരു വാർത്ത സമാചാർ തയ്യാറാക്കാൻ വേണ്ടിയാണ്. സമാചാർ കൈസെ തയ്യാർ കരെ, സമാചാർ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം? ഇതർ ദേഖോ, ഇത്രയൊക്കെ സമാചാർ കാ നമൂന ഹേ, ഒരു വാർത്തയുടെ മാതൃകയുണ്ട്. പ്രശ്ന ഇസ് പ്രകാർ ഹേ, ചോദ്യം എങ്ങനെയാണ്? സഡക് ദുർഘടനാമേ ഏക് വ്യക്തി ഘായൽപ്പെട, റോഡ് അപകടത്തിൽപ്പെട്ട്, ദുർഘടന അപകടമാണ്. റോഡ് അപകടത്തിൽ ഒരു വ്യക്തി പരിക്ക് പറ്റിയിരിക്കുന്നു. കിസിനെ ഉസ്കി സഹായത നഹിക്ക്, ആരും അയാളെ സഹായിച്ചില്ല. ഓ ബഹുത്ത് സമയത്തൊക്കെ സടക് പർ ഹി പടാരഹ, അയാൾ വളരെ സമയത്തേക്ക് വഴിയിൽ കിടന്നു. യിസ് ഘടന പർ ഏക് റിപ്പോർട്ട് തയ്യാർ കരെ, ഈ ഘടനയെ അടിസ്ഥാനമാക്കി, ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. അവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു റോഡ് അപകടത്തിൻ്റെ ഒരു ചെറിയ ചിത്രം അവിടെ കൊടുത്തിരിക്കുന്നു. ഹെഡിങ് ആണ് ഇനി കൊടുക്കേണ്ടത്. വാർത്തയായതുകൊണ്ട് ഹെഡിങ് ഭംഗിയായിട്ട് കൊടുക്കുക. സടക്ക് ദുർഘടന സഹായത നഹി മിലി, റോഡ് അപകടം, സഹായം കിട്ടിയില്ല. സംഭവം നടന്നിരിക്കുന്നത് നൈ ദില്ലിയിലാണ്, ഡൽഹിയിലാണ്. സ്ഥലം ചേർക്കണം എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഹെഡിങ്ങിനോടൊപ്പം ഹെഡിങ്ങിന് തൊട്ട് താഴെയായി ഇടതുവശത്ത് സ്ഥലം ചേർക്കുക, 2 കുത്തു കൊടുക്കുക. കൽ സവേരെ 10 ബജെ ചാന്ദനി ചൗക്ക് മേം ഏക് ദുർഘടന ഹുയി, ഇന്നലെ രാവിലെ 10 മണിക്ക് ചാന്ദനി ചൗക്ക് ഡൽഹിയിലെ ഒരു സ്ഥലമാണ്, അവിടെ ഒരു അപകടം ഉണ്ടായി. ഏക് ആദ്മി മോട്ടോർ സൈക്കിൾ മേ ആ രഹാ ഥാ, ഒരു മനുഷ്യൻ മോട്ടോർ ബൈക്കിൽ വരികയായിരുന്നു. മോട്ടോർ സൈക്കിൾ ഓർ യേ കാർ ആംനെ സാമനെ ആ രഹി ഥി, അവ നേർക്ക് നേർ വന്നു. മോട്ടോർ സൈക്കിൾ ഒരു കാർ നേർക്ക് നേർ വന്നു. കാർ തേസാക്കർ മോട്ടോർ സൈക്കിൾ സെ ടക് ഗയി, കാറ് സ്പീഡിൽ വന്ന് മോട്ടോർ സൈക്കിളുമായി കൂട്ടിയിടിച്ചു. മോട്ടോർ സൈക്കിൾ पर आने वाला आदमी बुरी तरह घायल हुआ, മോട്ടോർ സൈക്കിളിൽ വന്ന വ്യക്തി വളരെ ബുരി തരഹ് മോശം രീതിയിൽ തന്നെ പരിക്ക് പറ്റി, വളരെയധികം പരിക്ക് പറ്റി. അന്യ ഗാഡിയോമേ ആനെ വാലെ ലോകോനെ യഹ് ദൃശ്യ ദേഖ, മറ്റു വണ്ടികളിൽ വന്ന ആളുകളൊക്കെ ഈ ദൃശ്യങ്ങൾ കണ്ടു. ലേക്കിൻ കോയി വ്യക്തി ഉസ്കി മദദ് നഹി കി, ആരും അയാളെ സഹായിച്ചില്ല. വഹ് 2 ഘണ്ടോന്തക്ക് ഖൂൻ ബഹാക്കർ വഹാം പട, അയാൾ 2 മണിക്കൂറോളം അവിടെ രക്തമൊഴുക്കി കിടന്നു. ഇത്തനേമേ വഹാ ഏക് ആദ്മി ആയ, ഈ സമയത്ത് അവിടെ ഒരു മനുഷ്യൻ വന്നു. ഉസ്നെ ജൽദി പുലീസ് കോ ഫോൺ കിയ, അയാൾ പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്തു. പോലീസിനെ ആംബുലൻസ് ബുലാക്കർ ഉസ്കോ അസ്പതാൽ ഭേജ, പോലീസ് ആംബുലൻസ് വിളിച്ച് അയാളെ ആശുപത്രിയിലേക്ക് അയച്ചു. അസ്പതാൽ സെ പതാ ചലാ കി ഉസ്കി ജാൻ ബച്ച് ഗയി,
ആശുപത്രിയിൽ നിന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്, അയാളുടെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഒരു ചെറിയ വാർത്ത നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. സഹി മിലാൻ കരേം. ചോദ്യം ഒന്നാമത്തേത് ശ്രദ്ധിക്കുക. സड़क पर घायल पड़े व्यक्ति को घायल व्यक्ति मुसीबत में है, हम जानते हैं कि सहायता की ज़रूरत है. किसी व्यक्ति को जानने का मतलब हमारी कर्तव्य है. हताशा व्यक्तियों की सहायता करना उसकी हताशा, निराशा और संकट से जानता है. ചോദ്യം ഇങ്ങനെ തന്നിരിക്കുന്നു. ഉത്തരം ഇതിൻ്റെ മലയാളം എന്നിവ അടുത്ത സ്ലൈഡിൽ തരുന്നതാണ്, ശ്രദ്ധിച്ചോളൂ. ഉത്തരം എങ്ങനെയാണ്? സടക് പർ ഘായൽ പടേ വ്യക്തിക്കോ, വഴിയിൽ പരിക്ക് പറ്റിക്കിടക്കുന്ന വ്യക്തിക്ക് സഹായതാക്കി ജരൂരത്ത് ഹെ, സഹായത്തിൻ്റെ അത്യാവശ്യമുണ്ട്, സഹായം അത്യാവശ്യമാണ്. ഹം ജാൻതേ ഹെ കി, നമുക്ക് അറിയാം, ഘായൽ വ്യക്തി മുസീബത്ത് മേ ഹെ, പരിക്കേറ്റ വ്യക്തി വലിയ ബുദ്ധിമുട്ടിലാണ്. കിസി വ്യക്തിക്കോ ജാൻനെ കാ മത്ലബ്, ഏതെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കുക എന്നതിൻ്റെ അർത്ഥം ഉസ്കി ഹതാശ, നിരാശ ഓർ സങ്കട സേ ജാൻനാ ഹെ, അയാളുടെ നിരാശ, ഹതാശ, അതുപോലെ തന്നെ വിഷമം ഇവയൊക്കെ അറിയുന്നു എന്നാണ്. ഹതാശ വ്യക്തിയോങ്കി സഹായത കർണ, നിരാശനായ ഒരു വ്യക്തിയെ സഹായിക്കുക എന്നത് ഹമാരി കർത്തവ്യ ഹെ, നമ്മുടെ കർത്തവ്യം ആണ്. രണ്ടാമത്തെ സഹി മിലാൻ കരേം. ശ്രദ്ധിച്ചോളൂ. ഘായൽ അപരിചിത കോ ദേഖ് കർ ക്യാ ഹം കഹ് സക്തേ ഹെ കി, നേരെ കൊടുത്തിരിക്കുന്ന മാനവീയ സംവേദന ഹോന ജരൂരി ഹെ. രണ്ടാമത്തേത് ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी व्याख्या की आवश्यकता नहीं है. यह कविता उसे हम नहीं जानते. कविता का अर्थ इतना सरल है कि मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഇവയാണ് ചോദ്യങ്ങൾ. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരങ്ങൾ ഇങ്ങനെയാണ്. ഘായൽ അപരിചിത കോ ദേഖ് കർ ക്യാ ഹം കഹ് സക്തേ ഹെ കി, മുറിവേറ്റ് കിടക്കുന്ന അപരിചിതനെ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ? ഉത്തരം ഉസേ ഹം നഹി ജാൻതേ, അയാളെ നമുക്ക് അറിയില്ല. രണ്ടാമത്തേത് ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी, രണ്ട് മനുഷ്യർക്ക് ഇടയിൽ മനുഷ്യത്വത്തിൻ്റെ പങ്കുവയ്ക്കൽ, മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, മാനുഷിക മൂല്യങ്ങൾ പങ്കിടൽ, മാനുഷിക മൂല്യങ്ങൾ കൈമാറൽ എന്നിവയാണ് അത്യാവശ്യം. അടുത്തത് കവിത. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനനേക്ക് യാദ് ദിലാത്തി ഹെ, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. കവിതാക്ക അർത്ഥം ഇത്ര സരൽ ഹേ കി, കവിതയുടെ അർത്ഥം ഇത്രമാത്രം ലളിതമാണ്. വ്യാഖ്യാക്ക് ആവശ്യകത നഹി, യാതൊരു വ്യാഖ്യാനത്തിൻ്റെയും ആവശ്യകത ഇല്ല. ഇതാണ് അവയുടെ ശരിയായ ഉത്തരങ്ങൾ. ഒരു ലേഖനം തയ്യാറാക്കാൻ വേണ്ടി സാധാരണ വരാറുള്ള ചോദ്യമാണ്. ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ഒരു ലേഖനം ഇങ്ങനെയായിരിക്കും. ജീവൻ മേ മാനവീയ മൂല്യോं का महत्व, ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വം എന്ന ലേഖനം എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യ സാമാജിക പ്രാണി ഹെ, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സാമാജിക പ്രാണി ഹോനെ കെ കാരൻ ആപ്പസ് മേ സഹായത കർക്കെ ജീനാ ഹെ, സാമൂഹിക ജീവിയായതുകൊണ്ട്, ജീവിതം നയിക്കുന്നത് കൊണ്ട്, ആപ്പസ് മേ സഹായത കർക്കെ പരസ്പരം സഹായം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഹമാരെ സമാജ് മേ ബേച്ചാരെ ലോഗ് ഹെ, നമ്മുടെ സമൂഹത്തിൽ നിസ്സഹായരായ ആളുകൾ ഉണ്ട്. യഹ ബീമാർ ലോഗ് ഹെ, ഇവിടെ രോഗികളും ഉണ്ട്. ദുർഘടനാവോ മേ ഘായൽ പടേ ലോഗ് ഹെ, അപകടങ്ങളിൽ പരിക്ക് പറ്റിക്കിടക്കുന്ന ആളുകളും ഉണ്ട്. സാമാജിക പ്രാണി ഹോനെ കെ കാരൻ യിസ് ലോഗോं की മദത് കർണ അനിവാര്യ ഹെ, സാമൂഹിക ജീവികളായതുകൊണ്ട് ഈ ആളുകളെ സഹായിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. പരസ്പര സഹായതാസെ ഹമാര സമാജ് കാ ഉദ്ധാർ ഹോഗ, പരസ്പര സഹായത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് വലിയ ഉദ്ധാരണം, വലിയ വളർച്ച ഉണ്ടാകും. ത്യാഗ കാ മനോഭാവം മനുഷ്യത കാ ലക്ഷൺ ഹെ,
ത്യാഗത്തിൻ്റെ മനോഭാവം കാണിക്കുക എന്നത് മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാണ്. ഇസ്ലിയെ ആപസ്മേം ത്യാഗ കർക്കെ ജീന ചാഹിയെ. അതുകൊണ്ട് പരസ്പരം ത്യജിച്ചുകൊണ്ട് ത്യാഗ മനോഭാവം കാണിച്ചുകൊണ്ട് ജീവിക്കണം. अच्छे मूल्यों वाले व्यक्ति को हमेशा दूसरे लोगों द्वारा देखा जाता है. നല്ല മൂല്യങ്ങളുള്ള വ്യക്തികളെ എല്ലായ്പ്പോഴും മറ്റുള്ള ആളുകൾ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ऐसा व्यक्ति विश्वसनीय और विश्वसनीय होता है. ഇങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും വിശ്വസനീയരായി മാറിക്കൊണ്ടേയിരിക്കുന്നു. और इस प्रकार उसको हर जगह स्वागत किया जाता है. അതോടൊപ്പം തന്നെ ഇങ്ങനെ അദ്ദേഹത്തിന് എല്ലായിടത്തും സ്വാഗതവും ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാവരും എല്ലായ്പ്പോഴും എല്ലായിടത്തേക്കും ക്ഷണിക്കുന്നു. अच्छे मूल्य हमारे व्यक्तिगत और पेशेवर जीवन दोनों को सकारात्मक दिशा देने में मदद करते हैं. നല്ല മൂല്യങ്ങൾ ജീവിതത്തിലുള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ ജോലിസ്ഥലം, അതുപോലെയുള്ള ഔദ്യോഗിക ജീവിതം, ഇവയെ എല്ലാം വളരെ ഫ്രൂട്ട്ഫുള്ളാക്കുന്നതിന്, മനോഹരമാക്കി തീരുന്നതിന് നമ്മളെ വളരെ സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത പേജിലേക്ക് കൂടെ ഒരു എക്സ്ട്രാ ആയിട്ട് തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് ചെയ്തു തരാം, മലയാളം വിശദീകരിച്ച് തരാം, ശ്രദ്ധിച്ചോളൂ. माता पिता का यह कर्तव्य है कि वे अपने बच्चों में अच्छे संस्कारों का प्रसार करें. മാതാപിതാക്കളുടെ ഒരു കർത്തവ്യമാണ് തങ്ങളുടെ കുട്ടികൾക്ക് നല്ല സംസ്കാരം നൽകുക, പകർന്നു നൽകുക എന്നുള്ളത്. हमारे बचपन के दौरान हम जो मूल्य सीखते हैं वह ജീവൻ ഭർ ഹമാരെ സാത്ത് രഹത്താ ഹെ. നമ്മുടെ ബാല്യകാലത്ത് തന്നെ ബാല്യകാലത്ത് തന്നെ നമുക്ക് ലഭിക്കുന്ന മൂല്യങ്ങൾ, നമ്മൾ പഠിച്ചെടുക്കുന്ന മൂല്യങ്ങൾ, അവ ജീവിതകാലം മുഴുവനും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഹമാരെ ചരിത്ര ഓർ സമഗ്ര വ്യക്തിത്വ കോ ഹമാരെ ജീവൻ കെ शुरुआती वर्षों के दौरान हम जिस तरह के मूल्यों से प्रेरित करते हैं उससे काफ़ी हद तक निर्धारित होता है. പറഞ്ഞ ഒരു അല്പം നീണ്ട സെൻറ്റൻസാണ്, ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ചരിത്രം, നമ്മുടെ ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ സമഗ്രമായ വ്യക്തിത്വം, അതായത് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശുരുവാത്തി വർഷക്കെ ദൗരാൻ, നമ്മുടെ ജീവിത ആരംഭം, അതായത് ബാല്യകാലം, അക്കാലം മുതൽക്ക് തന്നെ നമ്മൾ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വളരുകയാണെങ്കിൽ അവ വളരെ, അങ്ങനെയുള്ള ആളുകൾ വളരെ മികച്ച വ്യക്തിത്വമുള്ളവരായി മാറും എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. यदि हम अपने बचपन के दौरान इन मूल्यों को सिखाया जाता है तो हम जिम्मेदार और ईमानदार വ്യക്തി बनते हैं. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ഈ മൂല്യങ്ങളൊക്കെ പഠിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജിമ്മേദാർ, ഉത്തരവാദിത്വ ബോധമുള്ളവരും, ഈമാൻദാർ, വളരെ സത്യസന്ധരായ വ്യക്തികളുമായി മാറുന്നു. इसी तरह अगर हमें इन विराट मूल्यों का महत्व नहीं सिखाया जाता है तो हम उन्हें बहुत अधिक ध्यान नहीं देते हैं और बड़े होते हैं. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഈ മഹത്തായ മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചല്ല വരുന്നതെങ്കിൽ നമ്മൾ അവ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര മുതിർന്നവരായാൽ പോലും പകർത്തുവാൻ, അത് അനുഷ്ഠിക്കുവാൻ നമ്മൾ ശ്രമിക്കാൻ സാധ്യതയുമില്ല എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത്. അവിടെ അടുത്തതിലേക്ക് പോകുന്നു രണ്ടാം പാരഗ്രാഫ്. जबकि बच्चों में अच्छे संस्कारों का बहुत महत्व होता है, दुर्भाग्य से इन मूल्यों को सिखाने के लिए बड़ों द्वारा ज़्यादा समय नहीं लगाया जाता है. കുട്ടികളിൽ ഇങ്ങനെയുള്ള സംസ്കാര മൂല്യങ്ങളൊക്കെ വളർത്തേണ്ടതാണ്, ഇതെല്ലാവർക്കും അറിയാം. എങ്കിലും ദൗർഭാഗ്യകരമായ അവസ്ഥ, ഈ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുതിർന്ന ആളുകൾ അധികം സമയം ഒരിക്കലും ചെലവഴിക്കുന്നില്ല. इस प्रतिस्पर्धी दुनिया में हम मूल्यों को खो रहे हैं. ഈ ഇന്നത്തെ ലോകത്തെ പ്രതിസ്പർദ്ധി ദുനിയ എന്ന് വിളിക്കുകയാണ്. മത്സരാത്മകമായ അല്ലെങ്കിൽ പരസ്പരം സംഘടനകൾ നടക്കുന്ന ഈ ലോകത്ത് നമ്മൾ മൂല്യങ്ങളെ ഖോരഹേ നഷ്ടപ്പെടുത്തി കളയുന്നു. ക്യോംകി ബച്ചോങ്കോ അച്ഛേ മൂല്യോങ്കോ സിഖാനേക്ക് ബജായ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം കേവൽ ശിക്ഷാവിദോം പർ ധ്യാൻ കേന്ദ്രിത് പർ രഹേ ഹേ, അവരെ
കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കുകയല്ല, പരീക്ഷയിൽ മാർക്ക് മേടിക്കുക, മത്സരിക്കുക മറ്റുള്ളവരോട്, ആ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് തുടർന്ന് വരുന്നത് എന്ന് പറയുകയാണ്. ഓർ ദൂസരോങ്കോ ഹറാ ദേനേക്കെ തരീക്കോങ്കി തലാഷ് കർ രഹേ ഹേ. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് തലാഷ് കർ രഹേ ഹേ, അന്വേഷിക്കുകയും ചെയ്യുന്നു. ഉനേം എഹസാസ് നഹി ഹോത്താ ഹേ കി अगर किसी व्यक्ति के पास अच्छे मूल्य नहीं है तो ഡിഗ്രി का कोई फायदा नहीं है. അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പക്കൽ അച്ഛേ മൂല്യ നഹി ഹേ തോ, നല്ല മൂല്യങ്ങൾ ഇല്ല എങ്കിൽ ഡിഗ്രി കാ കോയി ഫായദ നഹി, എത്ര ഉന്നതമായ ഡിഗ്രികൾ ഉണ്ടെങ്കിലും അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, യഹ് സമയ ഹേ ജബ് ഹം സഭി കോ അച്ഛേ മൂല്യോं के महत्व का एहसास होना चाहिए और आने वाली पीढ़ियों को भी यही सीखने में मदद करे. ഈ സമയത്ത് ഈ വേളയിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല മൂല്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആനേവാലി പീഠിയോ, വരും തലമുറകൾക്ക് ഇവ പഠിപ്പിച്ച് കൊടുക്കാനുള്ള സഹായം നൽകുകയും ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഒരല്പം നീണ്ട ലേഖനമാണ്, എങ്കിലും ഇത് വളരെ നിങ്ങൾക്ക് പ്രയോജനകരമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പഠിക്കുക. ആദ്യ ഭാഗം ഒരു നിശ്ചിത മാർക്ക് മതി എന്നുള്ളവർക്ക് ആദ്യ ഭാഗം പഠിക്കാം. A+ലേക്കൊക്കെ കടന്നു വരണമെന്നുള്ളവർക്ക് ഇത് മുഴുവനും പഠിക്കാവുന്നത് ആണ്. ശ്രദ്ധിക്കുക. ആക്ടിവിറ്റീസ് എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. നോട്ട്ബുക്കിൽ എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ടിവിറ്റീസ് ഭംഗിയായിട്ട് ചെയ്യുക. നിങ്ങളെ സ്കൂളിൽ നിന്നും ഏൽപ്പിക്കുന്ന വർക്കുകൾ എല്ലാം ഭംഗിയായി ചെയ്യുന്നതിനോടൊപ്പം സഹായക സാമഗ്രി എന്ന രീതിയിൽ എൻ്റെ ക്ലാസ്സുകളും നിങ്ങൾ കാണുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ കേരള ഹിന്ദി അക്കാദമി കേരള സ്റ്റേറ്റ് സിലബസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലെത്തി കമൻറ്റുകൾ ചെയ്യുക. കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ടൂട്ടാ പഹിയ എന്ന പാഠവുമായി നമുക്കിനി കാണാം. അതുവരെ നല്ല പഠന ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ രാജേഷ് സാർ.